ആദ്യമായി മോട്ടോർ കാറിന്റെ ലൈസൻസ് കിട്ടിയത് ആർക്കാന്നറിയോ? ആദ്യമായി മോട്ടോർ കാർ ഓടിച്ചത് ആരാന്നറിയോ? ഇനി ആ വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോ ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പോയി പഠിക്കാത്ത വ്യക്തിക്കാണ് മോട്ടോർ കാറിന് ആദ്യമായി ലൈസൻസ് കിട്ടിയത്. ലൈസൻസ് കിട്ടിയത് എന്നാണെന്ന് അറിയാമോ? 1886 കോൾ ബെൻസിനാണ്, അതായത് ആ കാർ കണ്ടുപിടിച്ച വ്യക്തിക്ക് തന്നെയാണ് ലൈസൻസ് കിട്ടിയത്. എന്നാൽ ആദ്യമായി 106 കിലോമീറ്ററോളം കാർ ഓടിച്ച വ്യക്തിക്കാണെങ്കിൽ ലൈസൻസും ഇല്ല. ഇനി അത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? കോൾ ബെൻസിന്റെ ഭാര്യയായ 39-കാരിയായ ബർത്ത ബെൻസ് ആണ് 1888 ഓഗസ്റ്റ് 5-ന് തന്റെ ഭർത്താവായ കോൾ ബെൻസ് അറിയാതെ 106 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. തന്റെ കഴിവിലും ബുദ്ധിയിലും ശക്തിയിലുമുള്ള വിശ്വാസമാണ് അന്ന് അവരെ കൊണ്ട് അത്രയും ദൂരം ഓടിക്കാൻ ആയതും. ഡ്രൈവിംഗ് പഠിക്കാനായി പോകുന്ന ആർക്കും വേണ്ടത് ഈ ആത്മവിശ്വാസമാണ്. അതില്ലെങ്കിൽ തീർന്നു, വണ്ടി വീട്ടിലെ കാർ പോർച്ചിലിരിക്കും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളും വേണ്ട. 2009 ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പോയി പഠിക്കാതെ സ്വന്തമായി പുതിയ കാർ എടുത്ത് പഠിച്ച ആളാണ് എന്റെ ഹസ്ബൻഡ്. കാർ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതും ലേണേഴ്സ് വെച്ചുകൊണ്ട് കുതിരാൻ, പാലക്കാടേക്കുള്ള യാത്രയിൽ കുതിരാൻ കയറിയ വ്യക്തിയാണ് മാനുവൽ ടി തോമസ്. അന്നത്തെ കുതിരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ വളരെ സിമ്പിൾ ആയിട്ട് കയറി പോകാവുന്നതൊന്നും അല്ല. അതൊരു ബാലികേറ മല തന്നെയാണ്. 1995 ടൂ വീലർ പഠനവും സ്വന്തമായി വെസ്പ സെലക്ട് വാങ്ങിയിട്ട് തന്നെയായിരുന്നു. അന്നും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടില്ല. ഒത്തിരി പേർക്ക് ഡ്രൈവിംഗ് ഉപദേശം കൊടുക്കാറുണ്ട്. വെറും 10 ദിവസം കൊണ്ട് മക്കളെയും ലൈസൻസ് എടുപ്പിച്ചു. എന്നെയും. ആത്മവിശ്വാസമാണ്. എന്റെ ഹസ്ബൻഡും ഭർത്താവ് ബെൻസും കാണിച്ചതുപോലെയല്ല കേട്ടോ. ആത്മവിശ്വാസത്തെ പറ്റി പറയാനാണ് ഇത്രയും പറഞ്ഞത്. പലരും തുടങ്ങുന്നത് ഡ്രൈവിംഗിന്റെ നേഴ്സറി ക്ലാസ് മുതലാണ്. പക്ഷേ ഡ്രൈവിംഗിന്റെ നേഴ്സറി ക്ലാസ് മുതലല്ല തുടങ്ങേണ്ടത്. പിച്ച വെച്ച് തുടങ്ങിയതിടത്തു നിന്ന് തുടങ്ങണം. അതായത് 4 വയസ്സിൽ തുടങ്ങുന്ന നേഴ്സറി അല്ല, നമ്മൾ നടക്കാൻ തുടങ്ങുന്നിടത്തു നിന്ന് വേണം ഡ്രൈവിംഗ് പഠനം തുടങ്ങേണ്ടത്. ഏത് പഠനത്തിനും ആൽഫബറ്റ്സ് ഉണ്ട്. നമ്മുടെ ഡ്രൈവിംഗിനുമുണ്ട് ആൽഫബറ്റ്സ്. D4 ABC. സ്പീഡല്ല ഡ്രൈവിംഗ് എന്നത്. വളരെ ധാരണ അത് തന്നെയാണ്. സ്പീഡിൽ ഓടിക്കുന്ന അതാണ് ഡ്രൈവിംഗിന്റെ മികവ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈക്കിൾ സ്പീഡ് റേസിനേക്കാൾ സൈക്കിൾ സ്ലോ റേസിനാണ് എന്ത് കിട്ടുന്നത്? സമ്മാനം കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ 6ഓളം വിദ്യാർത്ഥികളാണ് മരിച്ചത്. കാരണം എന്താണ്? 160 കിലോമീറ്ററിലേക്കാൾ സ്പീഡിൽ ഓടിച്ച കാറാണ് അപകടമാക്കിയത്. അതും 10ഉം 18ഉം വയസ്സുള്ള കുട്ടികളും. ഇതുപോലെ അനേക ലക്ഷങ്ങളാണ് ഇന്നലെ വരെ റോഡിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അപകടം എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഈ കായംകുളത്തേക്ക് എക്സ്പ്രസും 1914 സെപ്റ്റംബർ 20-നാണ് അത് സംഭവിച്ചത്. അത് ആരാ മരിച്ചത്? പ്രശസ്ത സാഹിത്യകാരനായ വെള്ളിക്കോയി തമ്പുരാൻ. ഓക്കെ, നമ്മൾ ഇനി പഠനങ്ങളിലേക്ക് വരാം. ഞാൻ ആദ്യം ആക്സിഡന്റിനെ പറ്റി പറഞ്ഞ് മറ്റൊന്നുമല്ല, നമ്മുടെ ചിന്തയിൽ വരേണ്ടത് ഒരു ഡ്രൈവിങ്ങിൽ നമ്മൾ സീറ്റിലിരിക്കുമ്പോൾ ശുഭകാര്യം എന്നതുപോലെ തന്നെയാണ് ബ്രേക്ക്. അതായത് ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ടി വരും. അതാണ് അങ്ങനെ. അപ്പോൾ ആ ശുഭകാര്യങ്ങൾ എന്നത് തന്നെയാണ് ഡ്രൈവിംഗ്. നമ്മൾ ആദ്യം ചെയ്തതിൽ വരേണ്ടത് ബ്രേക്കാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും തന്നോടൊപ്പം അപകടം ഉണ്ടെന്നറിയാം, കൂട്ടത്തിലുണ്ടെന്നറിയാം. അത് ഗേറ്റ് കടന്നില്ലെങ്കിൽ പോലും. കഴിഞ്ഞയിടെ നാം ഒരു അപകടം കണ്ടതാണ്. കാരണം പുതിയ കാറ് വാങ്ങിച്ചതാണ്. കാറ് വാങ്ങിച്ചിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത മക്കളെയും കൊണ്ട്, 3 മക്കളെയും കൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നേരെ പോയത് കനാലിലേക്കാണ്. ആ 3 കുട്ടികളും മരിച്ചു, അദ്ദേഹവും മരിച്ചു. മറ്റൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ആ ഫസ്റ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. ഓരോരുത്തരെയും ഇഷ്ട ദൈവങ്ങളെ മനസ്സിലോർത്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. ഈ പാഠം 1, ആദ്യത്തേത് ലേണേഴ്സ് ലൈസൻസ് ആണ്. റോഡിലെ നിയമങ്ങളും അടയാളങ്ങളും സിഗ്നൽസും
അറിയണം. ആദ്യം അറിയേണ്ടത് ചുവപ്പും മഞ്ഞയും പച്ചയുമാണ്. റോഡിലെ മാർക്കിങ്ങുകൾ, മുന്നറിയിപ്പടയാളങ്ങൾ, നിർബന്ധിത അടയാളങ്ങൾ, സുരക്ഷാ അടയാളങ്ങൾ, സ്പീഡ് ലിമിറ്റുകൾ, അതുപോലെ തന്നെ റോഡിൽ വളഞ്ഞു തിരിഞ്ഞേക്ക് പോകുന്ന കുറെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒത്തിരി അടയാളങ്ങൾ പഠിക്കണം. അതിനുശേഷമാണ് ലേണേഴ്സ് ടെസ്റ്റ്. അത് പാസ്സായ ശേഷമാണ് നാം വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഡ്രൈവിംഗ് എന്നത് വളയും തിരിക്കലും സ്പീഡിൽ ഓടിക്കുന്നതും മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണെന്നറിയാം. എതിരെ നിൽക്കുന്നവന്റെ മനസ്സറിയുന്നവനാകണം യഥാർത്ഥ ഡ്രൈവർ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രൈവിംഗ് തുടങ്ങാം. ഞങ്ങൾ ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സുകൾ ശരിയായ രീതിയിൽ തരുന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ബേസിക് ആയിട്ട് തുടങ്ങണം. നിങ്ങൾ ആദ്യം തന്നെ ഡ്രൈവിംഗ് സീറ്റ് ഇരുത്തി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ചുവട് മുതൽ പിച്ച വെച്ച് തുടങ്ങുന്നത് മുതൽ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.